മലപ്പുറം ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഹിരോഷിമ നാഗസാക്കി ക്വിസ് ചോദ്യങ്ങളുമായിട്ടാണ്. എല്ലാ കുട്ടികളും ചോദ്യം എഴുതെടുത്ത് പഠിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ്? 1945 ഓഗസ്റ്റ് 6. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ്? 1945 ഓഗസ്റ്റ് 9. ഹിരോഷിമ, നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏത് രാജ്യത്താണ്? ജപ്പാൻ. ഹിരോഷിമയിൽ വർഷിച്ച ബോംബിൻ്റെ പേര് എന്തായിരുന്നു? ലിറ്റിൽ ബോയ്. നാഗസാക്കിയിൽ വർഷിച്ച ബോംബിൻ്റെ പേര് എന്തായിരുന്നു? ഫാറ്റുമാൻ. ഫാറ്റുമാൻ എന്ന അണുബോംബിൻ്റെ ഭാരം എത്രയായിരുന്നു? 4500 കിലോഗ്രാം. ലിറ്റിൽ ബോയിയുടെ ഭാരവും നീളവും എത്രയായിരുന്നു? 3 മീറ്റർ നീളവും 4400 കിലോഗ്രാം ഭാരവുമായിരുന്നു. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര്? എനോളഗെ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു? പോൾ ഡബ്ല്യു ടിബറ്റ്. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര്? ബോസ്കർ. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു? മേജർ സ്വീനി. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ചത് ഏത് സമയത്താണ്? രാവിലെ 8:15. ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് ഏത് വർഷമാണ്? ഏത് രാജ്യമാണ്? അമേരിക്ക. ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് ഏത് രാജ്യമാണ്? അമേരിക്ക. അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക അണുവായുധം പ്രയോഗിച്ചത്? പോൾ ഹാർബർ തുറമുഖം. ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏത്? യുറേനിയം 235. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടക വസ്തു ഏതാണ്? പ്ലൂട്ടോണിയം 239. ഹിരോഷിമയിൽ അണുബോംബ് വർഷിക്കാൻ ഉപയോഗിച്ച വിമാനം ഏതാണ്? വിഭാഗത്തിൽപ്പെട്ടതാണ് B-29 എനോളഗെ. ഹിരോഷിമയിൽ ആറ്റം ബോംബ് പ്രയോഗിച്ച അമേരിക്കയുടെ B-29 വിമാനത്തിൻ്റെ ലക്ഷ്യസ്ഥാനം എന്തായിരുന്നു? AIOI ബ്രിഡ്ജ്, ഹിരോഷിമ നഗരത്തിലെ. ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൽ അതിൻ്റെ അണുപ്രസരണാർത്ഥം രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി? സഡാക്കോ സസാക്കി. ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൽ അതിൻ്റെ അണുപ്രസരണം ഏറ്റു രക്താർബുദം ബാധിച്ച പെൺകുട്ടിയാണ് സഡാക്കോ സസാക്കി. സഡാക്കോ സസാക്കി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൂട്ടുകാരിയുടെ ഉപദേശപ്രകാരം എത്ര വെളുത്ത കൊക്കുകളെയാണ് ഉണ്ടാക്കിയത്? 645. ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെയാണ്? മെക്സിക്കോയിലെ മരുഭൂമിയിലാണ്. ട്രിനിറ്റി സൈറ്റിൽ, മെക്സിക്കോയിലെ മരുഭൂമിയിൽ. ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? മാൻഹട്ടൻ പ്രൊജക്റ്റിൻ്റെ ഭാഗമായ ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയത് എന്നാണ്?
1945 ജൂലൈ 16 ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയത്. ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഹാരി എസ് ട്രൂമാൻ ആയിരുന്നു ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ്. അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി മാൻഹട്ടൻ പ്രോജക്റ്റ്. മാൻഹട്ടൻ പ്രോജക്റ്റിന്റെ തലവൻ ആരായിരുന്നു? റോബർട്ട് ഓപ്പൺ ഹൈമർ. ആറ്റം ബോംബിന്റെ പിതാവ് എന്നുകൂടി റോബർട്ട് ഓപ്പൺ ഹൈമറെ വിളിക്കുന്നുണ്ട്. ആറ്റം ബോംബിന്റെ പിതാവ് ആരാണ്? റോബർട്ട് ഓപ്പൺ ഹൈമർ. അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിക്കുന്നവർക്ക് ജപ്പാനീസ് ഭാഷയിൽ പറയുന്ന പേര് ഹിബാക്കുഷ. ഹിബാക്കുഷ എന്ന ജപ്പാനീസ് വാക്കിന്റെ അർത്ഥം സ്ഫോടന ബാധിത ജനത. 1000 കൊക്കുകളും ഒരു ശാന്തി പ്രാവും എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ് പ്രൊഫസർ എസ് ശിവദാസ്. ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് ഹിരോഷിമ. ആദ്യത്തെ ആറ്റം ബോംബിന്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിന്റെ പ്രതീകമായി പണിത മ്യൂസിയം ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിച്ചത് ഏത് പട്ടണത്തിലാണ്? ഹിരോഷിമയിലാണ്. ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെയാണ്? മെക്സിക്കോയിലെ മരുഭൂമിയിൽ, ട്രിനിറ്റി സൈറ്റിൽ. ഞാൻ മരണമായി കഴിഞ്ഞു, ലോകം നശിപ്പിച്ചവൻ. ആറ്റം ബോംബിന്റെ വിനാശശക്തി കണ്ട് അതിന് രൂപം നൽകിയ ഗവേഷണ സംഘത്തിന്റെ തലവൻ പറഞ്ഞ ചരിത്ര പ്രസിദ്ധമായ വാക്കുകളാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്പൺ ഹൈമറിന്റെ. ഞാൻ മരണമായി കഴിഞ്ഞു, ലോകം നശിപ്പിച്ചവൻ. ആറ്റം ബോംബിന്റെ വിനാശശക്തി കണ്ട് അതിന് രൂപം നൽകിയ ഗവേഷണ സംഘത്തിന്റെ തലവൻ റോബർട്ട് ഓപ്പൺ ഹൈമറുടെ വാക്കുകളാണിവ. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം 1939 ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിച്ച രാജ്യം ഏതാണ്? അമേരിക്കയാണ്. 1974 മെയ് 18 നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമം ബുദ്ധൻ ചിരിക്കുന്നു. ലോകത്ത് ആദ്യമായി ആറ്റം ബോംബ് ഉപയോഗിച്ചത് ഏത് യുദ്ധത്തിലാണ്? രണ്ടാം ലോക മഹായുദ്ധത്തിലാണ്. പുറത്തു പോകൂ ശപിക്കപ്പെട്ടവനെ എന്ന കൃതിയുടെ രചയിതാവ് സദ്ദാം ഹുസൈൻ. പുറത്തു പോകൂ ശപിക്കപ്പെട്ടവനെ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? സദ്ദാം ഹുസൈൻ ആണ്. യുദ്ധവും സമാധാനവും എന്ന കൃതിയുടെ രചയിതാവ് ലിയോ ടോൾസ്റ്റോയി ആണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജനങ്ങൾ അനുഭവിച്ച വേദനകളും ദുരിതങ്ങളും ഹൃദയസ്പർശമായി അവതരിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ ഡയറി 1947 പ്രസിദ്ധീകരിക്കപ്പെട്ടു. അത് ആരുടേതാണ്? ആൻ ഫ്രാങ്കിൻ്റെയാണ്.